ഹലോ ഗൈസ്, ആറ്റിങ്ങലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നാണ് ട്രിവാൻഡ്രത്തിന് പോകണേ. അപ്പോൾ ആറ്റിങ്ങലിലെത്തിയപ്പോഴാണ് അന്ന് നേരം വെളുത്തത്. ദാ പോകുന്നു നമ്മുടെ വഴിയിൽ കിട്ടിയ ഇടയ്ക്ക് നമ്മുടെ മാരുതി 800. ഒരു കുഞ്ഞനാണെന്നുണ്ടെങ്കിൽ ഒരു കാലം ഇവനുണ്ടായിരുന്നു അല്ലേ. അംബാസഡറും പിന്നെ ഒരു മാരുതി 800 വരുന്ന കാണുമ്പം 85-90 കുട്ടികൾക്കൊക്കെ അറിയാം. അതൊക്കെ ഒരു വികാരമായിരുന്നു അന്നല്ലേ. അപ്പം ഇനിയും കുറച്ച് കാലം കൂടെ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പം റോൾസ് റോയ്സ് ഇതുപോലെ മുമ്പ് നമ്മൾ പറയും. അങ്ങനെ ഒരു കാലം വരട്ടെ. പിന്നെ റോഡിനെ പറ്റിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൈവേ ഏകദേശം ഈ ഭാഗത്തൊക്കെ നല്ലതായിട്ടുണ്ട്. പണ്ട് ഈ ഹൈവേയിലൂടെ പോയപ്പോൾ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം, 92-ലോ 95-നോ ഇടയ്ക്കായിട്ടാണ് എപ്പോഴോ ഇ.കെ. നായനാറിൻ്റെ ഭരണ സമയത്തായിരുന്നു ഈ എക്സ്പ്രസ് ഹൈവേ വരുന്നതെന്ന് പറഞ്ഞിട്ട് ഞാനും പോയി ആ സമരത്തിൽ നിന്നിട്ടുണ്ട്. കേരളത്തെ രണ്ടായി വെട്ടിമുറിക്കുന്ന എനിക്കിന്നും ഓർമ്മയുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു കാലം. പക്ഷേ ഈ ഹൈവേയിലൂടെ പോകുമ്പോൾ അതാണ് ഓർമ്മ വന്നത്. ഇപ്പോൾ അന്ന് ഈ ഹൈവേ വന്നിരുന്നെങ്കിൽ നമ്മൾ എത്രയോ മുമ്പിൽ ആയേനെ എന്ന് ഒന്ന് ഓർത്തുപോയി. മുമ്പേ ആകാം അല്ലേ. അപ്പോൾ അതിപ്പോൾ എനിക്കറിയില്ല ആയേനെയോ ആകത്തില്ലയോ. പക്ഷേ എന്തായാലും നമ്മളിപ്പം 3 മണിക്കൂർ ദൂരം ചെയ്യേണ്ട സ്ഥലം ഈ എക്സ്പ്രസ് ഹൈവേ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 1.5 മണിക്കൂറോ 2 മണിക്കൂറോ കൊണ്ട് എത്തിച്ചേർന്നിരിക്കാം. കാലം മാറുന്നതനുസരിച്ച് സ്പീഡ് കൂടിയില്ലെങ്കിൽ എല്ലാം പുറകോട്ട് പോകും. അപ്പോൾ എന്തായാലും ആറ്റിങ്ങൽ സിറ്റിയിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതാണ് ആറ്റിങ്ങലിലെ മനോഹരമായ ആ സിറ്റി. അതായത് ഇവിടുത്തെ ബസ് സ്റ്റോപ്പാണ്. അപ്പോൾ ഇത് ശരിക്കും ഇന്ന് നമ്മൾ തിരിച്ച് പോകുന്ന ദിവസമായതുകൊണ്ട് അതായത് ട്രിവാൻഡ്രത്തു നിന്നാണ് പോകുന്നത്. നേരം വെളുത്തതുകൊണ്ട് നോക്കിയപ്പോൾ നല്ലൊരു സുപ്രഭാതം, നല്ലൊരു ലൈറ്റിങ്ങും എല്ലാം കണ്ടു കഴിഞ്ഞപ്പം, ലൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ലൈറ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഒരു ചെറിയൊരു വീഡിയോ എടുക്കാം, നമുക്ക് എന്തെങ്കിലുമൊരു കണ്ടൻറ്റുമായിട്ടൊന്നും. അപ്പോൾ ഇവിടുത്തെ ജനറലായിട്ടുള്ള നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏകദേശം മെയിൻ ഹൈവേയിലേക്ക് എൻട്രി ആവുന്നതിന് കുറച്ച് മുമ്പായിട്ടുള്ള ഭാഗമാണ് കേട്ടോ. അതോ ഇത് ഹൈവേ ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞങ്ങൾ വന്ന വഴിയിൽ ഈ ഒരൊറ്റ റോഡായിരുന്നു കണക്റ്റ് ആവുന്നത്. അപ്പോൾ ഇവിടെ താമസിക്കുന്നവർക്ക് അറിയാം. എന്തെങ്കിലും പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഇവിടുത്തെ കിടിലൻ സാധനങ്ങളെ കിടക്കാച്ചി ബസ്സുകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനെയും കൂടെ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് വരുന്നത് കാണുമ്പോൾ നമുക്ക് പേടി വരുന്നത്. ഇപ്പം ബസ് വരുമ്പോൾ ആ ഒരു മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു അഡാർ ലുക്കിലാണ് എല്ലാ ബസ്സുകളും വരുന്നത്. അത് പ്രത്യേകം പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് വീണ്ടും അങ്ങോട്ടേക്കാണ് പോകുന്നത്. നമ്മുടെ ഉദ്ദേശം നമ്മൾ പോകുന്നത് ട്രിവാൻഡ്രം ടെർമിനൽ 1ലേക്കാണ്. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ നിങ്ങൾ കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ലിങ്കിൽ വേറെ വീഡിയോസ് ഉണ്ട്, ലിങ്കല്ല. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.